അത് വഖഫൊന്നുമല്ല, ഗിഫ്റ്റ് ഡീഡാന്ന് പറയുന്നത്. ഇതാണ് ഒറിജിനൽ വഖഫ്. അതിന്റെ ഡീഡ് അത് തുടങ്ങുന്നത് തന്നെ ഭരണകാര്യങ്ങൾക്ക് എല്ലാതീയമായ ഏക ഇലാഹിന്റെ തീരുമാനത്തിലാണ് പറഞ്ഞ അവസാനത്തിൽ വളരെ വ്യക്തമായി ചുറ്റി പറയുന്നുണ്ട്. എഴുതി കൊടുത്ത വഖഫ് ആധാരം എന്ന് പറയുന്നു. നല്ല മലയാളം ഒന്നും വഖഫിനകത്ത് ഒട്ടും നിൽക്കില്ല, അക്ഷരത്തിലില്ല. ഇതിന്റെ തകരാറില്ല. അത് മാത്രമല്ല, അതിൽ വളരെ വ്യക്തമായിട്ട് എന്തിനു വേണ്ടി ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഇനി ഏതെങ്കിലും കാലത്ത് കോളേജ് ഇല്ലാതായി പോയാൽ എന്ത് സ്വത്ത് എന്ത് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നു. വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ യാതൊരു മറ്റാവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുക്കൾ ശേഷിക്കുകയും ചെയ്യുന്നയാൽ പട്ടിക വകകൾ മടക്കിയെടുക്കാൻ എനിക്കും തന്റെ പിതാക്കൾക്കും അവകാശമുണ്ട് എന്നൊക്കെ അയാൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഖഫാണ്. നിയമപരമായിട്ട് എല്ലാ റിപ്പോർട്ട്സും തന്നെ അതിന്റെ വഖഫാണ്. ഇതെല്ലാം വ്യക്തമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കഴിഞ്ഞ ഒരു മാസത്തിന് ചുരുങ്ങിയ 100 തവണ ആവർത്തിച്ചു ഇതൊരു വഖഫ് സ്വത്തല്ല. അദ്ദേഹം വക്കീലാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഒരു അഭിഭാഷകന് കോടതിയിൽ വാദിക്കാം, പക്ഷെ പച്ച കള്ളം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാവാത്തത്. അദ്ദേഹം ഇത് വഖഫല്ലാന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സഖ്യകക്ഷിയ മുസ്ലിം ലീഗുകാർക്ക് ഇപ്പോൾ സംശയം വന്നിട്ട് ഇത് വഖഫ് സ്വത്തല്ലേ. അതായത് മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അദ്ദേഹം ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പോൾ പരാമർശിക്കില്ല, അയാൾ എത്രമാത്രം അറിയുന്ന ആളുകളല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വഖഫല്ല. അദ്ദേഹമാണ് ഇപ്പോൾ മുസ്ലിം ലീഗിനെ, പ്രത്യേകിച്ചും കുഞ്ഞാലിക്കുട്ടിയെയും സാധിക്കുകയും തങ്ങളെയൊക്കെ തന്നെ ഈ മുനമ്പത്തെ സമരക്കാരുമായി ഒന്നിപ്പിക്കുന്നത്, യോജിപ്പിക്കുന്ന ഒരു പാലമായി അദ്ദേഹം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് കാണിക്കുന്ന എല്ലാ ഡിബേറ്റുകൾക്കും നാടുകൾക്കും പിന്നിൽ ഈ അഭിഭാഷകന്റെ മുഖ്യമായ പങ്കുണ്ട്. എത്രത്തോളം വെച്ചാൽ 2 ആഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ നേരത്തെ പറഞ്ഞ JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ സിറ്റിംഗ് ഉണ്ടായിരുന്നു. ആ സിറ്റിംഗിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത ഏക മുസ്ലിം സംഘടന സംസ്ഥ മാത്രമാണ്. പിന്നീട് പങ്കെടുത്തത് വഖഫ് ബോർഡ് ചെയർമാൻ സലാഹ് സക്കീറും പങ്കെടുത്തിരുന്നു. കാരണം അവര് 2 പേര് മാത്രമേ പേര് കൊടുത്തിരുന്നു. ബാക്കി 900 സംഘടനകളുണ്ട്, അവരൊന്നും ആരും പോയിട്ടില്ല.